ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. ഒന്നാമത്തെ ചുരം കയറുമ്പോൾ തന്നെ നമുക്ക് ധാരാളം വ്യൂ പോയിന്റുകളും അതോടൊപ്പം കുറേ കുരങ്ങുകളെയും കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് എൻഊരു എന്ന സ്ഥലത്തേക്കാണ്. 9 ഹെയർപിന്നുകൾ അടങ്ങിയതാണ് വയനാട് ചുരം. നമുക്ക് ചുരത്തിന് സൈഡിലായി ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ കാണാൻ പറ്റുന്നതാണ്. ഉച്ച സമയത്ത് ചുരം കയറിയതുകൊണ്ട് തന്നെ തെളിഞ്ഞ കാലാവസ്ഥയാണ് ചുരത്തിൽ കാണാൻ പറ്റിയത്. ചുരം ഇറങ്ങുന്ന KSRTC അതൊരു പ്രത്യേക ഭംഗി നൽകുന്ന കാഴ്ചയാണ്. നമ്മൾ പോയത് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ചുരത്തിൽ ബ്ലോക്കുകൾ ഇല്ലായിരുന്നു. ഈ കാണുന്നതാണ് 9ാമത്തെ ചുരത്തിൻ്റെ വ്യൂ പോയിന്റ്. ഇവിടെ കഴിഞ്ഞ കാലവർഷം മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നതാണ്. ഒമ്പതാമത്തെ ചുരം കയറി കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്ത കവാടം കാണാൻ പറ്റും. ചുരം കയറിയ ക്ഷീണത്താൽ നമ്മൾ നേരെ പോയത് അടുത്തുള്ള ഹോട്ടലിലേക്കാണ്. ഫുഡും കഴിച്ചു നേരെ എൻഊര് കാണാൻ വേണ്ടി അവിടുന്ന് ജീപ്പ് സർവീസും എടുത്തു മുകളിലേക്ക് കയറാൻ തുടങ്ങി. എൻഊര് കാണാൻ മുകളിലേക്ക് പോകാൻ ജീപ്പ് സർവീസോ അതോ നടന്നോ മാത്രമേ പോകാൻ പറ്റൂ. എൻഊരിലെ എൻട്രി ടിക്കറ്റ് വരുന്നത് 50 രൂപയാണ്. ജീപ്പ് സർവീസ് എടുക്കുകയാണെങ്കിൽ പെർ ഹെഡ് 40 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. റോഡിൽ നിന്ന് 2 കിലോമീറ്റർ മുകളിലായാണ് എൻഊര് സ്ഥിതി ചെയ്യുന്നത്. എൻഊര് ലക്ഷ്യമാക്കി ധാരാളം ജീപ്പുകൾ മുകളിലോട്ടും താഴോട്ടും സർവീസ് നടത്തുന്നു. 2 കിലോമീറ്റർ താണ്ടി നമ്മൾ കാണുന്നതാണ് എൻഊര് എന്ന ഗ്രാമത്തിൻ്റെ കവാടം. അവിടുന്ന് വീണ്ടും മുകളിലോട്ട് നടന്നു കയറിയാണ് നമുക്ക് ലക്ഷ്യസ്ഥാനമായ എൻഊര് എന്ന ഗ്രാമത്തിൽ എത്താൻ പറ്റുന്നത്. കാടിന് സൈഡിലായി കുന്നിൻ്റെ ചെരുവിൽ മനോഹരമായാണ് എൻഊര് എന്ന ഗ്രാമം പണിതിരിക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവിടെ എൻഊര് എന്ന ഗ്രാമവും അതോടൊപ്പം അവിടെ പോകുന്ന നടപ്പാതയും. നടപ്പാതയ്ക്ക് അടുത്ത് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവും അതോടൊപ്പം ചെറിയ ചെറിയ കടകളും കാണാൻ പറ്റും. അവിടുന്ന് നമ്മൾ നേരെ പോയത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ്. 2 പേർക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ 600 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെയും നമ്മുടെയും വീഡിയോസ് ഡ്രോൺ ഷോട്ട് വീഡിയോസ് വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താൽ എംപ്ലോയീസ് എടുത്തു നൽകുന്നു. ഗ്ലാസ് ബ്രിഡ്ജിന് താഴെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പ്ലേ ഏരിയ നൽകിയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ തന്നെ ചുരം കോട മൂടാൻ തുടങ്ങി. മനോഹരമായ കാഴ്ചകൾ നൽകിയ വയനാടിനോടും ചുരത്തോടും നന്ദി പറഞ്ഞ് നാട്ടിലേക്ക്